വിവിധ തരം കടലാസ് പൂക്കളുടെ ചെടികൾ കൊണ്ട് വ്യത്യസ്തമായ കൃഷിരീതിയിലൂടെ ശ്രദ്ധേയമായിരിക്കുകയാണ് പാനുണ്ടയിലെ പ്രജിഷ. 150ഓളം ഇനങ്ങളാണ് ഇവിടെയുള്ളത്. വിവിധ നിറങ്ങളിലുള്ള കടലാസ് പൂക്കൾ ആരുടെയും ശ്രദ്ധയൊന്ന് ആകർഷിക്കും. ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരു നോട്ടം മതി മനസ്സ് നിറയാൻ. വീട്ടിന്റെ ടെറസിൽ വ്യത്യസ്തമായൊരു കടലാസ് പൂക്കളുടെ കൃഷി ചെയ്തിരിക്കുകയാണ് പ്രജിഷ. അവരുടെ വിശേഷങ്ങളിലേക്ക് ആദ്യം ആ മനോഹരമായ കാഴ്ചകൾ കാണാം. കടലാസ് പൂവ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ 1-2 വെറൈറ്റികൾ മാത്രമാണ് ഓടിയെത്തുക. എന്നാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 150ൽ പരം വെറൈറ്റികളാണ് കാണാൻ സാധിക്കുന്നത്. ോളം ഇനങ്ങളുടെ കടലാസ് പൂക്കളാണ് പ്രജിഷ ഇവിടെ വളർത്തിയിരിക്കുന്നത്. നരവൂർ EMS കോളേജ് അധ്യാപികയാണ് പ്രജിഷ. അധ്യാപനത്തിനൊപ്പം തന്നെ കൃഷിയെയും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണ് ഇവർ. ഒരു 150ഓളം വെറൈറ്റീസ് ഇപ്പോൾ ഉണ്ട്. അത് എൻ്റെ ബ്രദറ് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നഴ്സറിയിൽ ഇതൊക്കെ കണ്ടപ്പോൾ ഇതിനോട് കൂടുതൽ ക്രേസ് തോന്നി. ബ്രദറാണ് ഇതിൻ്റെ മോട്ടിവേറ്റർ എന്ന് പറയുന്നത്. എന്താണ് ചെയ്യുന്നത്? ഞാൻ MES കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ലീവുള്ള ദിവസം ചെയ്യും. അതുപോലെ ബ്രദർ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യും, മദർ ഇൻ ലോ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തി ചെയ്യുന്നത്. കടലാസ് പൂക്കൾക്കൊപ്പം പലതരം അലങ്കാര ചെടികളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വീടുകളുടെ അകത്തളവും പുറത്തളവും മനോഹരമാക്കാൻ അനുയോജ്യമായ ചെടികളാണിവ. ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഈ കടലാസ് പൂക്കളുടെ ലോകം ഇപ്പോൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. മെയിൻ്റനൻസ് ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ വെറുതെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വളർന്നു പോകും, പൂവുണ്ടാവില്ല. അപ്പം അതിന് ചാണകം, കടലക്ക പുണ്ണാക്കുമാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുക. അത് വെള്ളത്തിൽ കുതിർത്ത് 2 ദിവസം കഴിഞ്ഞ് അത് ഇങ്ങനെയാക്കി ചെടികൾക്കെല്ലാം കൊടുക്കും. പിന്നെ പൊട്ടാഷാണ് ഒരു 2 വീക്ക് 3 വീക്സ് കൂടുമ്പോൾ പൊട്ടാഷ് കൊടുക്കും. നല്ല വെയിൽ വേണം, അതാണ് മെയിൻ. അതാണ് വാർപ്പിൻ്റെ മേലെ ചെയ്യാനും കാരണം തന്നെ വെയിൽ വേണം. മാക്സിമം വെയിൽ കിട്ടിയാൽ നിറയെ പൂവുണ്ടാകും. ഞാൻ അടുത്ത സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് ഇതൊരു ട്രേ പോട്ട് എന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ വെള്ളവും വാർപ്പിന് ബുദ്ധിമുട്ടാത്ത രീതിയിൽ ട്രേ വെച്ച് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് ഈ ഇത് കളക്ട് ചെയ്യുന്നത്? ബ്രദറ് മാക്സിമം പൂനെ എന്നാണ്, വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ എന്നിട്ട് അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യും, കുറേ വാങ്ങുകയും ചെയ്യും. ആ രീതിയിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം ഇവിടുന്ന് വിൽപ്പന നടത്തുന്നു? ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 വർഷമായി. ആദ്യം ഞാൻ ഈ ഒരു സറൗണ്ടിങ്ങിലുള്ള ആൾക്കാർ മാത്രമേ പർച്ചേസ് ചെയ്യലുള്ളൂ. ഇപ്പം ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലൂടെ ചെയ്യുന്നുണ്ട്. ചെറുതായി ആയി വരുന്നുണ്ട്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വാട്സപ്പ് കൂട്ടായ്മ വഴിയാണ് ഇവിടെ നിന്നും ചെടികൾ വാങ്ങുന്നത്. വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ചെടികളുടെ വിൽപ്പനയും സജീവമായി നടക്കുകയാണ്. ഈ ഒരു കൃഷിക്ക് സഹോദരനായ പ്രശാന്തിന്റെ എല്ലാ പിന്തുണയും ഉണ്ട്. കൂടാതെ ഭർത്താവായ സുധീർ വള്ളോത്ത്, മക്കളായ നമൻ, നമസ്യ എന്നിവരും ഒപ്പമുണ്ട്. ഈ ഒരു കൃഷി വിപുലീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവരിപ്പോൾ. പാനുണ്ടയിൽ നിന്നും ക്യാമറമാൻ രജിത്ത് വലിയപുരക്കൊപ്പം തേജസ്വിനി മാരോളി, ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ.